സുഹൃത്തുക്കളെ, അങ്ങനെ അവസാനം ഞങ്ങൾ കണക്കിക്കുട്ടിൽ നിന്നും ന്യൂയോർക്ക് വഴി ഫിലാഡൽഫിയയിൽ ഇന്നലെ തങ്ങി. അപ്പച്ചൻ പറഞ്ഞു ഫിലാഡൽഫിയയിൽ 7:30 അപ്പച്ചൻ പറഞ്ഞു നമുക്ക് ഇത്തിരി ആപ്പിൾ ജ്യൂസൊക്കെ കുടിച്ച് ഫിലാഡൽഫിയയിൽ നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫിലാഡൽഫിയയിൽ തങ്ങിയ ശേഷം അവസാനമായിട്ട് നമ്മുടെ ട്രംപണ്ണൻ താമസിക്കുന്ന വൈറ്റ് ഹൗസ്, ഇതിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ഞങ്ങൾ ഇന്ന് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മെറീൻ 1 ഹെലികോപ്റ്റർ അല്ലെ മിഥുൻ, മെറീൻ 1 ഹെലികോപ്റ്റർ അദ്ദേഹത്തിന് അവിടെ നിന്നും ഇവിടേക്ക് കൊണ്ടുവരുന്ന മെറീൻ 1 ഹെലികോപ്റ്റർ പറന്നു പോകുന്നത് കണ്ടോ, നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അതിന്റെ സ്റ്റിൽസ് ഒക്കെ ഉണ്ട്. അവിടെ നിന്നും വൈറ്റ് ഹൗസിന്റെ ഫ്രണ്ടിലെത്തി അതിന്റെ ബാക്കിലായിട്ട് നിങ്ങൾ കാണുന്നതാണ് വാഷിങ്ടൺ മോണ്യുമെന്റ്. ഇതാ കാണുന്നതാണ് വാഷിങ്ടൺ മോണ്യുമെന്റ്, ആ സ്തൂപം. അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിയ ദിവസം തന്നെയാണ് ഒരു പക്ഷേ ട്രംപണ്ണൻ മോഡിജിയുമായിട്ട് ട്രേഡ് ഡീൽ അതായത് ട്രംപിന് താഴേക്ക് വരേണ്ടി വന്നിരിക്കുന്നു. ട്രംപിന് അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ നിന്ന് താഴെ വന്ന് മോഡിയുമായിട്ട് അനുനയത്തിൽ എത്തേണ്ടതായിട്ടാണ് വന്നിരിക്കുന്നത്. 18% ആരാണ് കുറച്ചത്? 25% നിന്നും 18% കുറയ്ക്കേണ്ടി വന്നു. ഒരു രാജ്യത്തിനും ഈ പരിഗണന ലഭിച്ചിട്ടില്ല. ഒരു രാജ്യത്തിനും. ജപ്പാൻ വന്ന് കാലുമ വീണു, സൗത്ത് കൊറിയ വന്ന് കാലുമ വീണു, യൂറോപ്യൻ യൂണിയൻ കാലുമ വീണു. ഇന്ത്യയുടെ മുമ്പിൽ മുട്ടുമടക്കിയിരിക്കുന്നു. മോഡിയുടെ മുമ്പിൽ ട്രംപ് മുട്ടുമടക്കിയിരിക്കുന്നു. 18% ആക്കിയിരിക്കുന്നു. എന്താണ് താങ്കൾ ഇതിനോട് യോജിക്കാത്തതിന്റെ കാരണം? അപ്പോൾ ഇന്ത്യ അമേരിക്ക നമ്മളെ വ്യാപാര കരാർ നിലവിൽ വന്നിരിക്കുകയാണ്. ഇരു കൂട്ടരും എക്സിലും അതോടൊപ്പം തന്നെ നന്ദി അറിയിച്ചിരിക്കുകയാണ്. ശ്രീമാൻ നരേന്ദ്രമോദി 1.4 ബില്യൺ ജനങ്ങളുടെ നന്ദി ശ്രീമാൻ ട്രംപിന് അറിയിച്ചിരിക്കുകയാണ്. ഇനീഷ്യൽ ഡീൽ വന്നിരിക്കുകയാണ്. നമുക്കറിയാം 50 25 50 ആക്കി, പിന്നെ ഇത് 18 വന്നു. ഊർജം വരിയിൽ വന്നു. ഊർജ്ജ മേഖല, ടെക്നോളജി മേഖല, ഒരുപാട് മേഖലകളിൽ അമേരിക്കയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാം എന്നുള്ള ഒരു ഡീലാണ് ഉറപ്പിച്ചിരിക്കുന്നു പറയുന്നു. നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇതിൽ വിജയം പരാജയം അല്ല ഉദ്ദേശിക്കുന്നു. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ടുള്ള അമേരിക്കയും അതോടൊപ്പം തന്നെ വളർന്നു വരുന്ന ശക്തിയായിട്ടുള്ള ഇന്ത്യയും തമ്മിലുള്ള ഒരു ഒത്തൊരുമിച്ച് ഇവിടെ ജയം പരാജയം ഒരിക്കലും ഡീൽ മേക്കിങ്ങിനില്ല. ജയം പരാജയം അല്ലല്ലോ ഒറ്റുമായി ഒന്നിക്കുക. ഇരുകൂട്ട രാജ്യങ്ങളും ഒന്നിച്ച് മുന്നേറാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒരുപാട് മേഖലയിൽ കൂടെ. ജയമുണ്ട്, പരാജയമുണ്ട്. യൂറോപ്യൻ യൂണിയനായിട്ട് ഒപ്പിട്ടോ. യൂറോപ്യൻ യൂണിയൻ 30ഓളം രാജ്യങ്ങൾ വന്നിട്ട് ഉർസുല വാൻ ഡെർ ലേയനും മറ്റേ അന്റോണിയോ ഡി കോസ്റ്റയുമായിട്ട് കഴിഞ്ഞ 26-ാം തീയതി ജനുവരി റിപ്പബ്ലിക് ഡേ അന്ന് ഒപ്പിട്ടോ. മദർ ഓഫ് ഓൾ ഡീൽസ്. അവിടെ എത്തിക്കഴിയുമ്പോഴേക്കും ട്രംപ് കരയുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുന്നത് നമ്മൾ കണ്ടതല്ലേ. അവിടെ നിന്നാണ് ഇന്ന് 18%-ലെത്തിയ ട്രംപ് അതിൽ പിന്നെ വായ തുറന്നിട്ട് അവഹേളിച്ചിട്ടില്ല ഇന്ത്യനെ. പറഞ്ഞിട്ട് ഞാനും മോഡിയും കൂട്ടുകാരനാ എന്നാ പറഞ്ഞിട്ടുള്ളൂ. അതിനുശേഷം ഒപ്പിട്ടു. മറ്റു രാജ്യങ്ങളൊക്കെ അവഹേളിക്കുന്നതിനിടയിലാണ് ഈ സംഭവിച്ചത്. പറയുന്നത് ഇത് അമേരിക്കയുടെ പരാജയം ഇന്ത്യയുടെ വിജയം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അമേരിക്കയുടെ പരാജയമല്ല, ട്രംപിന്റെ പരാജയം. ട്രംപ് പറഞ്ഞോടത്തുനിന്ന് പിറകോട്ട് പോയിട്ട് അയാൾ അവിടെ നിൽക്കട്ടെ. നമ്മൾ അയാളെ കാണാൻ വേണ്ടിട്ട് 5.5 മണിക്കൂർ വണ്ടി ഓടിച്ചു വന്നു. അയാള് വരിയിൽ വന്നിരിക്കുന്നു. അദ്ദേഹം വരിയിൽ വന്നിരിക്കുന്നു. മോഡി എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല മോഡി. എന്നിട്ടും ഇയാൾ എന്താ പറഞ്ഞേ? മോഡി എന്റെ സുഹൃത്താണ്, എന്റെ കൂട്ടുകാരനാണ്, മോഡി എന്റെ സുഹൃത്താണ്. വരിയിൽ വന്നിരിക്കുന്നു. അല്ല, ആരാ പ്രൊവോക്ക് ചെയ്തേ? ട്രംപ് അല്ലേ പ്രൊവോക്ക് ചെയ്തേ? ട്രംപാണോ പ്രൊവോക്ക് ചെയ്തേ? ട്രംപിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ലോകത്തിന്റെ ഓർഡർ മാറ്റുക എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം നമുക്കറിയാലോ, നല്ല തണുപ്പ്, നല്ല കടുത്ത കാറ്റുണ്ട്. കാറ്റായി തുടങ്ങിയില്ല. അതുകൊണ്ട് ഞാൻ ഇതിടുകയാണ്. പറഞ്ഞു വരുന്ന വെച്ചാല് എന്തായാലും ഇരുകൂട്ട രാജ്യങ്ങൾക്കും ഒരുപാട് നേട്ടം നാളെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഉയരങ്ങളിലേക്ക് ഒതുക്കിയാൻ പോവുകയാണല്ലേ പല മേഖലകളും. ഇന്ത്യ ഈസ് ദ ഫ്യൂച്ചർ. സാറിന്റെ അഭിപ്രായത്തിൽ എന്താണ്? മാർക്കറ്റുകൾ അതിശക്തമായിട്ട് വരും. ഒരു പക്ഷേ ഇന്ത്യയിലെ ഓരോ സാധാരണക്കാരൻ്റെയും ജീവിതത്തിൽ വരെ മാറ്റം വരുത്താവുന്ന ഡീലാണ് 18% വന്നിരിക്കുന്നു. ഒപ്പം തന്നെ ഇന്ത്യയിൽ ഗുണമേന്മയുള്ള വസ്തുക്കൾ, അമേരിക്കൻ പ്രൊഡക്ട്സ് വരാൻ പോവാണ്. കാറുകൾ, വാഹനങ്ങൾ, ഹാർലി ഡേവിഡ്സൺ തൊട്ടുള്ള ടെക്നോളജി തൊട്ട് എല്ലാം അവിടെയും വരും. AI പോലെയുള്ള ഇതുകൾ പൊട്ടൻഷ്യൽ മാർക്കറ്റാണ്. ഇന്ത്യക്കും ഗുണമുണ്ട്, അമേരിക്കയ്ക്കും ഗുണമുണ്ടാവുന്ന 18% ഒരു താരിഫിൽ എത്തിക്കുമ്പോൾ അത് അമേരിക്കയ്ക്ക് ഗുണം ചെയ്യുന്ന ഒരു ഡീലാണ്. പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ട്രംപ് വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ ക്ലെയിം ടു
stop buying Russian oil and agrees to buy oil from America whose oil അതാണ് പറഞ്ഞിരിക്കുന്നത്. അതിലിപ്പോ ആരപ്പോ വാങ്ങണ്ടായിരുന്നു? റിലയൻസ് പണ്ടേ നിർത്തി. നയാര എന്ന് പറഞ്ഞ ഇന്ത്യയിൽ ഒരു പെട്രോൾ കമ്പനി കണ്ടിട്ടുണ്ട്. എന്തോ കുറച്ച് പെട്രോൾ കമ്പനി ഉണ്ട്. ആ സാധനം എന്തോ പെട്രോൾ വാങ്ങുന്നല്ലാണ്ട് ഇന്ത്യയിൽ ആരാണ് ഇപ്പൊ റഷ്യൻ എണ്ണ വാങ്ങുന്നത്? റഷ്യൻ ആരും വാങ്ങുന്നില്ല. അപ്പൊ തീർച്ചയായും ഇത് നല്ലൊരു വിജയമാണ്. ഇരു കൂടി രാജ്യങ്ങൾക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു മാറ്റം വന്നിരിക്കുകയാണ് അല്ലേ, നമുക്ക് കാണാൻ സാധിക്കും. ഇത് രണ്ട് രാജ്യങ്ങളും വരിയിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ നിക്ഷേപകർക്ക് അതോടൊപ്പം തന്നെ ഉപഭോക്താക്കൾക്കും ഇന്ത്യയിലെ ഒരുപാട് സാധനങ്ങൾക്ക് വില കൂടിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളായിട്ട് അല്ലേ. അതിന് നമ്മുടെ ഇന്ത്യയിലല്ല അമേരിക്കയിൽ ഇന്ത്യൻ സാധനങ്ങൾക്ക് ഇനി അത് കുറയ്ക്കുമോ കൂട്ടുമോ നമുക്കറിഞ്ഞാൽ വീണ്ടും അങ്ങനെ തന്നെയായിരിക്കും. അല്ല, അമേരിക്കൻ ജനത പണം കൂടുതൽ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. താരിഫ് എന്ന നിലയിൽ അമേരിക്കൻ ജനത ഇത്തിരി പണം കൂടുതൽ കൊടുക്കേണ്ടി വന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് ദീർഘകാലത്തില് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും അമേരിക്കയ്ക്കും ഗുണം ചെയ്യുന്ന രീതിയിലാണ്. ഉദാഹരണത്തിന് വെനിസ്വേലയെ ഇതിൽ നടക്കുന്നത്. ഇനിയിപ്പോ ഇറാൻ യുദ്ധം കൂടി വരുമോ എന്നുള്ളതാണ് ലോകം അമേരിക്കയും നോക്കി കാണുന്നത്. എന്നാൽ ഇന്ത്യയുടെ മുമ്പിൽ ട്രംപിന് മുട്ടുമടക്കേണ്ടി വന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മോഡി വിളിച്ചില്ല എന്നും പറഞ്ഞൊക്കെ പിണക്കൊക്കെ ഉണ്ടായിരുന്നു. മോഡി ഫോൺ ചെയ്തില്ല, അത്ര എന്തൊക്കെയായിരുന്നു. പക്ഷെ മോഡി ഒരു വാക്ക് മിണ്ടിയില്ല. സാധനം കരാറിലെത്തി. അതെ അതെ, ഇപ്പൊ വന്നുള്ളൂ. ഹോട്ട് ന്യൂസ് ആണ്, ബ്രേക്കിംഗ് ന്യൂസ് ആണ്. ഞങ്ങൾ ഇത് വൈറ്റ് ഹൗസിന്റെ മുമ്പിൽ നിന്നാണ് നിങ്ങളോട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് ഇന്നലെ ഫിലാഡൽഫിയയിൽ കിടന്നുറങ്ങിപ്പോയി. അല്ലെങ്കിൽ നേരത്തെ വരായിരുന്നു. വന്നിരുന്നെങ്കിൽ ഇന്നലെ പ്രഖ്യാപിച്ചേ. അപ്പൊ ഈ വീഡിയോയിൽ എന്തെങ്കിലും ആഡ് ചെയ്യേണ്ട? നമുക്ക് ജനങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിക്കാം. ഓക്കെ.